ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9 ആയി. ആരുടെയും ആരോഗ്യനില ഗുരുതരമല്ലെന്നും പ്രോട്ടോകോൾ നിശ്ചയിച്ച് PCR പരിശോധന തുടങ്ങുമെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ പറഞ്ഞു. മലപ്പുറം സ്വദേശിയായ 13-കാരന് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9 ആയി. ചികിത്സയിൽ കഴിയുന്നതിൽ ആരുടെയും ആരോഗ്യനില ഗുരുതരമല്ല. കൃത്യമായ രീതിയിൽ പരിശോധന നടക്കുന്നതായും PCR പരിശോധന നടത്താൻ മെഡിക്കൽ കോളേജിലേക്ക് 50 കിറ്റുകൾ എത്തിയതായും പ്രോട്ടോകോൾ നിശ്ചയിച്ച് PCR പരിശോധന തുടങ്ങുമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ പറഞ്ഞു. എക്കാന്തമീബ ചെയ്യാനും നെഗലീരിയ അത് ചെയ്യാനുള്ള 50 ഈച്ച് കിറ്റ് നമുക്ക് കഴിഞ്ഞ ഒരു 4-5 ദിവസം മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മളത് സ്റ്റാൻഡർഡൈസ് ചെയ്യണം, നമ്മളത് ചെയ്തു തുടങ്ങും. പക്ഷേ ആ കൺഫർമേഷന് നമ്മൾ PH ലാബിൽ തന്നെ വിടേണ്ടി വരും, നമ്മളത് തുടക്കമാവുന്നതുകൊണ്ട്. ഗവൺമെൻറ് വളരെ നമ്മളെ ഈ ഒരു കാര്യത്തിൽ വളരെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. 4 കുട്ടികൾ ഉൾപ്പെടെ 9 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ചാവക്കാട് സ്വദേശി റഹീമിന്റെ രോഗ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. റഹീം ജോലി ചെയ്തിരുന്ന ഹോട്ടൽ തുറക്കേണ്ടതില്ല എന്ന നിർദ്ദേശം നിലവിൽ ആരോഗ്യവകുപ്പും നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.